സുൽത്താന്റെ കേരളത്തിലേക്കുള്ള ആക്രമണം കേരള ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റത്തിരിക്കോളം സംഭവിച്ചു. അങ്ങനെ ടിപ്പു സുൽത്താൻ ടിപ്പുവിന്റെ തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് വെച്ച് 1788 ടിപ്പു സുൽത്താൻ മരിച്ചു വീഴുകയാണ്. അതുപോലെ കുഞ്ഞാലി മരിക്കാറിലെ നാലാമൻ ഒരു ദേശസ്നേഹിയായ അദ്ദേഹം അധിനിവേശ യുദ്ധ പോരാട്ടത്തിൽ തന്നെ ചതിയിലൂടെ തന്റെ രാജാവ് സാമൂതിരി കൊല്ലുകയാണ് ചെയ്തത്. കുഞ്ഞാലി മരിക്കാറിലെ നാലാമൊരു ദേശസ്നേഹിയായ പറങ്കിപ്പടകൾക്കെതിരെ വീര പോരാട്ടങ്ങൾ നടത്തി. കുഞ്ഞാലി മരിക്കാൻ നാലാമന്റെ ഭരണം എല്ലാ ജനങ്ങളിലേക്കും നീതി പകർന്നുകൊണ്ടായിരുന്നു. നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മുടെ കേരളം, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇവരെ പോലുള്ള മഹാന്മാർ നമുക്ക് നേടിത്തന്നതാണ്. നമ്മളേവരും ഇത് എപ്പോഴും നോക്കേണ്ട കാര്യമാണ്. ഉലമാക്കൾ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ മഖ്ദൂം, അബൂറഹ്മാൻ റളിയല്ലാഹു അൻഹു ഇവരെ പോലുള്ള ഉലമാക്കൾ അധിനിവേശ യുദ്ധ പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കുഞ്ഞാലി മരിക്കാറിലെ നാലാമൻ 1766 പോർച്ചുഗലുമായി നടത്തിയ യുദ്ധത്തിൽ കുഞ്ഞാലി മരിക്കാറിനെ സാമൂതിരിയുടെ ചതി വഴി പതിക്കുകയും പോർച്ചുഗൽ ചെയ്തത്. പോർച്ചുഗലിന്റെ പോർച്ചുഗലിന് ഇന്ത്യയിൽ എവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയ കുഞ്ഞാലി നാലാമന്റെ ഭരണം കാരണം അങ്ങനെ കുഞ്ഞാലി നാലാമനെ സാമൂതിരി വഴി കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെ സാമൂതിരിയെ കീഴടക്കുകയും കുഞ്ഞാലി നാലാമനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. കുഞ്ഞാലി നാലാമൻ സാമൂതിരിക്ക് കീഴടങ്ങുകയും പോർച്ചുഗലിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും കുഞ്ഞാലി നാലാമന്റെ മരണം ഉറപ്പാവുകയും ചെയ്തു. അങ്ങനെ ഗോവയിൽ ഒരു ജയിലിൽ കുഞ്ഞാലി നാലാമനെ അടച്ചു. പിന്നീട് പോർച്ചുഗൽക്കാർ കുഞ്ഞാലി നാലാമനെ മഴ കൊണ്ടുവന്ന് തലയ്ക്ക് കുത്തി. അങ്ങനെ അദ്ദേഹം മരിച്ചു വീണു. അതുപോലെ പല ഉലമാക്കളും നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. Next one is Nadir Khan. Assalamu alaikum warahmatullahi ta'ala wabarakatuh. Alhamdulillah, salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. സ്നേഹതരവുന്ന ഗുരുവര്യരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആഗ്രഹിക്കുന്ന ഉദ്ദേശ്യം അധിനിവേശ രംഗത്തെ ഉലമാക്കളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുകയാണ്. അതിനെ തുറച്ച പ്രപഞ്ചലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യൻ ജനത ഇന്ന് അനുഭവിക്കുന്ന ഭൂരിഭാഗം ദുരിതങ്ങളുടെ പട്ടികയിൽ, എണ്ണമറ്റ ദുരിതങ്ങളുടെ പട്ടികയിൽ ബാബരി മസ്ജിദ് തർക്കം വരെ വന്നു നിൽക്കുന്ന ഈ സമയത്ത് നാം നിർബന്ധമായി ഓർക്കേണ്ട ഒരു കാര്യം എന്നത് 1947 മുമ്പ് ഇന്ത്യൻ ജനത ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ക്രൂരതകളാണ്. പറങ്കിപ്പടകൾ കപ്പൽ കയറി ഇവിടെ വന്നതിന് ശേഷം ഇന്ത്യൻ ജനതയെ അവർ ആക്രമണത്തിനും ക്രൂരതയ്ക്കും ഇരയാക്കി, അവരുടെ അടിമകളാക്കി, അവരുടെ കാൽ കീഴിട്ട് അവർ ചവിട്ടി വരച്ചു. അതിനെ നാം ഓർക്കണം.
ഉലമാക്കളെ സ്മരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും പകുതിയോളം ജനങ്ങളും ഉലമാക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്രമത്തിന്റെ വഞ്ചനയിലേക്ക് ചങ്ങലകൾ കൊണ്ട് പാവപ്പെട്ട മനുഷ്യരെ, പാവപ്പെട്ട ജനങ്ങളെ അവർ ബന്ധിപ്പിച്ചോ, ആ പകുതികൾ ബന്ധിപ്പിച്ചു. പക്ഷേ സ്വന്തം നാടിനെ, സ്വന്തം രാജ്യത്തെ രക്ഷിക്കണം, പകുതികളുടെ അധീനതയിൽ നിന്ന് സ്വന്തം നാടിനെ രക്ഷിക്കണമെന്ന ഒരൊറ്റ വാക്കുകൾ, ഒരൊറ്റ നിർദ്ദേശം കൊണ്ട്, ദൃഢനിശ്ചയം കൊണ്ട് ആ ഉലമാക്കൾ സ്വന്തം നെഞ്ചു വിരിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ചാടി വീണുകൊണ്ട് പറഞ്ഞു, എന്റെ നാടിനെ ഞാൻ വിടില്ല, എന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, രാജ്യസ്നേഹം എന്നത് ഈമാന്റെ ഭാഗമാണെന്ന് എന്റെ ഹബീബിന്റെ വാക്കുകൊണ്ട് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുമെന്ന്, ഞാൻ എന്റെ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അവർ ആ പതുങ്ങിപ്പടകൾക്ക് മുന്നിൽ നിന്നു. നമുക്കറിയാവുന്നതാണ് വളരെയധികം ഉലമാക്കളെ അവർ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എണ്ണമില്ല. മഹാനായ ഉമർ മഹാനഗരെ നമുക്കറിയാം, അദ്ദേഹം വളരെയധികം കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട്. പതുങ്ങിപ്പടകൾ ഇവിടെ കാലുകുത്തിയതിനു ശേഷം പതുങ്ങിപ്പടകൾ ആദ്യമായിട്ട് ട്രെയിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നാളെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി മഹാനായ ഉമർ സ്വപ്നം കാണുകയാണ്. എന്നോട് പിറ്റേ ദിവസം തന്നെ സുഹൃത്തിനോട് പറയുകയാണ്, അല്ലയോ സുഹൃത്തെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. പാളത്തിൽ കൂടി ഇരുമ്പ് കൊണ്ടുള്ള ചക്രം കൊണ്ട് ബന്ധിപ്പിച്ച ഒരു വാഹനം ഓടുന്നതായിട്ട്. അതിനുശേഷം എല്ലാവരും പറഞ്ഞു, പതുങ്ങിപ്പടകൾ ഈ രാജ്യത്തെ ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അതുവഴിയാണ് പതുങ്ങിപ്പടകൾ വരവും പോകുമെല്ലാം. ആദ്യം കപ്പൽ മാർഗം വഴിയായിരുന്നു, പിന്നെ ട്രെയിൻ മാർഗമാക്കി. അതുപോലെ തന്നെ നമുക്കറിയാവുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു കറാമത്താണ്. പതുങ്ങിപ്പടകൾ അദ്ദേഹത്തെ തന്റെ സ്വന്തം പൗരത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ജയിലിനകത്ത സമയത്ത് മഹാനവറുകൾ പതുങ്ങിപ്പടകളോട് പറയുകയുണ്ടായി, എനിക്ക് നിസ്കരിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, എനിക്ക് കുറച്ച് വെള്ളം തരും. ആദ്യം ഒന്നും സമ്മതിച്ചില്ല. പിന്നെ മഹാനവറുകളുടെ മുഖം കണ്ട് ഒരു പോലീസുകാർ വെള്ളം കൊടുത്ത സമയത്ത് മഹാനവറുകൾ ഒന്നുകൊടുത്തോട് നിസ്കരിച്ചു. അപ്പോഴത്തേക്കും ആ പോലീസുകാരൻ ഉറങ്ങിപ്പോയി. ആ സമയത്ത് മഹാനവറുകളോട് നിന്ന് അപ്രത്യക്ഷമായി വെളിയിൽ പോയി സുബഹി നിസ്കരിച്ചുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറയുകയായി, ഞാൻ എവിടെയുണ്ടെന്ന് പോലീസുകാരോട് പറ. അങ്ങനെ അദ്ദേഹത്തിന് പോലീസുകാർ വളരെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു സുഹൃത്തിന്റെ കബർ അവിടെ ഉണ്ടായിരുന്നു. ആ കബർ പിളർന്നുകൊണ്ട് കൈ പുറത്തേക്ക് വരുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞു, ഇല്ല സഹോദര, നീ അവിടെ കിടക്കണം, നീ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ രാജ്യം രക്ഷിക്കാൻ കഴിയുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന മറ്റൊരു മഹാനാണ് മലബാറിലെ മക്കളുടെ ആത്മീയ നേതാവ് മഹാനായ മമ്പുറന്തങ്ങൾ മുതലായ ഒരുപാട് ഉലമാക്കളും ഔലിയാക്കളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പങ്കുവഹിച്ചിട്ടുണ്ട്. നാം അവരെ സ്മരിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രശ്നം ഇവിടെ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Assalamualaikum warahmatullahi wabarakatuh. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹാദരവ് പറഞ്ഞ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ആഗതനായതിൻ്റെ ഉദ്ദേശ്യം അധിനിവേശ വിരുദ്ധ പോരാട്ട ഉലമാക്കളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. അതിനെ കുറിച്ച് പ്രപഞ്ച പരിപാലകനായ സുബ്ഹാനഹു ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ളവരെ, അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിൽ ഉലമാക്കളുടെ പങ്ക് വളരെയധികം സുദീർഘമാണ്.
കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങറ്റം വരെ പടർന്നു കിടക്കുന്ന ഔലിയാക്കളുടെ ചരിത്രം നാം ഒരുമിച്ച് കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വേണ്ടി എത്രയാണ് അവർ കഷ്ടപ്പെട്ടത്, നമുക്ക് വേണ്ടി എത്രയാണ് അവർ ത്യാഗം സഹിച്ചത്. നാം അവരെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ചോദ്യം ഇപ്പോഴും ഈ ലോകത്ത് ബാക്കിയായി കിടക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തങ്ങളെ എത്ര ഔലിയാക്കളാണ് കടന്നുപോയത്. 1750 നവംബർ 10 10-ാം തീയതി ടിപ്പു സുൽത്താൻ ജനിക്കുകയുണ്ടായി. തന്റെ മാതാവായ പത്നിസ ഗർഭിണിയായി കിടക്കുമ്പോൾ താൻ സ്വയമായി ഔലിയാക്കളുടെ കബറിനടുക്കൽ പോവുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ശേഷം അദ്ദേഹത്തിന്റെ 15-ാം വയസ്സിൽ അഥവാ 1766 മലബാർ മൈസൂരിനെ കീഴടക്കി. അന്ന് ടിപ്പു സുൽത്താൻ കൂടെ ഉണ്ടായിരുന്നു. തന്റെ മകന് യുദ്ധം ഒരു പരിചയമാകട്ടെ എന്നോർത്തുകൊണ്ടാണ് തന്ത്രമായിരുന്നു അത്. ശേഷം 1788 ടിപ്പു സുൽത്താൻ സ്വയം തന്നെ കോഴിക്കോടിനെ കീഴടക്കി. മലബാറിന്റെ മുഴുവൻ സാമൂഹ്യ അക്രമങ്ങളെല്ലാം ടിപ്പു സുൽത്താൻ തകർത്ത് വിട്ടു. ശേഷം തിരുനാഗൂർ ലക്ഷ്യമിട്ടുകൊണ്ട് 1749 ടിപ്പു സുൽത്താൻ തൃശ്ശൂരിലെത്തി. ഡിസംബർ 29 ടിപ്പു സുൽത്താൻ ആ സേനയുമായി യുദ്ധം ചെയ്യുകയും അവരെ ഒന്നടക്കം വീഴ്ത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നാട്ടിൽ മഴക്കാലമായതോടുകൂടി ബ്രിട്ടീഷുകാർ ആ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇതറിഞ്ഞ ടിപ്പു സുൽത്താൻ അവിടെ നിന്ന് വിരമാകുകയാണ് ചെയ്തത്. ശേഷം ഫെബ്രുവരി 29 ടിപ്പു സുൽത്താൻ തോൽവി സമ്മതിക്കുകയാണ് ചെയ്തത്. 1400 കവടിയാർ എന്ന വംശമാണ് അവിടെ ഭരിച്ചിരുന്നത്. ശേഷമാണ് ടിപ്പു സുൽത്താൻ ഹൈദരലി രണ്ട് യുവക്കാർ അവിടെ വരുന്നത്. അത് വന്നതോടുകൂടി മറാഠികളും ബ്രിട്ടീഷുകാരും അവരോട് ധാരാളം യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അസാധാരണക്കാരനായ ഹൈദരലി തന്റെ മികവ് കൊണ്ട് വലിയ 4 നേതാക്കളിലേക്ക് എത്തി. അദ്ദേഹം രാജഭരണത്തിലേക്ക് വരെ എത്തി. തന്റെ പിതാവ് മരിച്ചപ്പോൾ തന്റെ അവകാശം ടിപ്പു സുൽത്താനിൽ എത്തുകയാണ് ചെയ്തത്. ശേഷം അദ്ദേഹത്തിന്റെ ഭരണം ടിപ്പു സുൽത്താന്റെ ഭരണം അതിഗംഭീരവും അതിസുവർണ കാലഘട്ടവുമായിരുന്നു. ഈ സന്ധികൾക്കിടയിലൂടെയാണ് മലബാറിനെ വീണ്ടും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. വളരെ വിപുലമായ കാര്യമാകുന്നു അത്. എല്ലാ മലയാളികൾക്കും വളരെ അത്ഭുതകരമായ വിസ്മയമായ കാര്യമാകുന്നു ടിപ്പു സുൽത്താന്റെ കീഴടക്കൽ എന്നുള്ളത്. ഒരിക്കലും സംഘീയതയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഫെബ്രുവരി 1799 ടിപ്പു സുൽത്താന്റെ വീട്ടിൽ നിന്നും ഒരു സൈന്യം വന്ന് വെട്ടുകയാണ്. അങ്ങനെ ആ മഹാനഗരങ്ങൾ അവിടെ വഫാത്താവുകയാണ്. ടിപ്പു സുൽത്താനെ പോലെ ബ്രിട്ടീഷുകാരോട് എതിരെടുത്ത ഒരു സൈന്യങ്ങളും ഈ ലോകത്ത് വന്നിട്ടില്ലെന്ന് ചരിത്രകാരന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്ത് എത്ര ഔലിയാക്കളാണ് കടന്നു പോയിട്ടുള്ളത്. അങ്ങനെ എത്ര ഔലിയാക്കളാണ് ഈ ലോകത്തിലൂടെ വന്നുപോയിട്ടുള്ളത്. 1777 ഭൂതാതനായി അദ്ദേഹം പല പ്രാവശ്യവും ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹു തആല നമുക്ക് ഔലിയാക്കളെ പിന്തുടരുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Next, Mudabbir. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നത്
സഹാബിയ വനിതകൾ മാതൃകാരത്നങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാനാണ്. ഇതിനെ തുണച്ച പ്രപഞ്ച പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇസ്ലാമിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അതുപോലെ തന്നെ സഹാബിയത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അവിടെ വെച്ച് മുസ്ലിമാവുകയും ഇസ്ലാമിന് വേണ്ടി പൊരുതിയ സ്ത്രീകൾക്കാണ് സഹാബിയത്ത് എന്ന് പറയുന്നത്. സഹാബിയത്ത് വളരെയധികം മഹത്വമുള്ളവരാണ്. സഹാബിയത്ത് ഈ ലോകത്തുള്ളവർക്ക് വളരെയധികം മാതൃകയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ അഴിഞ്ഞാടി നടക്കുന്ന എല്ലാ വനിതകളും സഹാബിയത്തിനെ മാതൃകയാക്കണം. അത് അവരുടെ മേൽ നിർബന്ധമാണ്. സഹാബിയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായി ചിന്തിക്കാൻ പറ്റുന്നത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അവിടെ ആ തിരുസന്നിധിയിൽ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാം മതം സ്വീകരിക്കുകയും അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇതിനുശേഷം മുശ്രിക്കീങ്ങൾ അറിയുകയും സുമയ്യ റളിയല്ലാഹു അൻഹയെ മുശ്രിക്കീങ്ങൾ ധാരാളമായി മർദ്ദിച്ചു. നന്നായി മർദ്ദനമേറ്റുകൊണ്ട് അവസാനം സഹിക്കവയ്യാതെ സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാമിന് വേണ്ടി അവിടെ ഷഹീദാവുകയാണ്. ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യ മുസ്ലിം അത് സുമയ്യ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ശേഷം നമുക്ക് ചിന്തിക്കാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ പേര് ഖുവൈലിദ് എന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ വളരെയധികം പണക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കച്ചവടത്തിന് അയക്കുകയും ശേഷം നബിയെ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്യുകയും ചെയ്തു. നുബുവത്ത് ആടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഖദീജ ബീവിയോട് പറഞ്ഞ ഉടൻ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ മറുഭാഗം ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ വനിതയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച ഒരു വനിത തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാമിലിരുന്ന് ആരാധനകളിൽ മുഴുകുന്ന സമയത്ത് ആ മല ചവിട്ടിക്കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഭക്ഷണം എത്തിച്ചു കൊടുത്തത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ശേഷം നമുക്ക് പറയാൻ പറ്റുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 11 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, സൈനബ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ റളിയല്ലാഹു അൻഹ തുടങ്ങിയ സഫിയ റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ തുടങ്ങിയ 11 ഭാര്യമാർ. ഇവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച സ്ത്രീകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 6ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീരമഹദിയെ വിവാഹം ചെയ്തത്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗബാധിതയായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ശുശ്രൂഷിച്ചതും അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ 18ാം വയസ്സിൽ തന്റെ മടിത്തട്ടിൽ കിടന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും ഉമ്മൈറ റളിയല്ലാഹു അൻഹ. അവർ ഉഹദ്, ഹുദൈബിയ, ഖൈബർ, ഹന്തക്, ഹുനൈൻ, യമാമ എന്ന യുദ്ധങ്ങളിൽ മുസ്ലിങ്ങളെ വളരെയധികം സഹായിച്ച, വെള്ളം നൽകി ക്ഷീണിതരാകുന്ന മുസ്ലിങ്ങൾക്ക് വെള്ളം നൽകി സഹായിച്ചവരാണ്. നാം അവരെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ എന്നെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. Next, Munir. السلام عليكم ورحمة الله وبركاته.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരവുള്ള എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേൽക്കുന്നതിൻ്റെ ഉദ്ദേശം സ്വഹാബിയ വനിതകൾ മാതൃകാരത്നങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ്. അതിനുള്ള സഹോദരങ്ങളെ, പീഡനത്തിന്റെയും ചവിട്ടിത്താഴ്ത്തലിന്റെയും അടിയറക്കിടന്ന് നൽകിക്കുന്ന വർത്തമാനകാലത്ത് സ്ത്രീകൾ അവരത് മറക്കാത്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് സ്ത്രീകൾക്ക് മാതൃകയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ ദൂതമായി ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്നപ്പോൾ അതേപടി അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കുകയും അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരായ സ്വഹാബിയ വനിതകളെയാണ് പിന്തുടരേണ്ടത്. അവരിൽ പ്രധാനപ്പെട്ടയാളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ ഭാര്യയാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ. വളരെയധികം സമ്പന്നയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിന്റെ ദൂതമായിട്ട്
പിന്തുടരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. Last candidate, Tanzir. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം തന്നെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗ്രഹത്തിന്റെ ഉദ്ദേശം സ്വഹാബിയ വനിതകൾ മാതൃകാരത്നങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുവാനാണ്. അതെനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സുഹൃത്തുക്കളെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുകയും നബിയെ കാണുകയും ചെയ്ത ഒരു കൂട്ടം പുരുഷന്മാർക്കാണ് നമ്മൾ സ്വഹാബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബിയുടെ കാലത്ത് ജീവിക്കുകയും ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുകയും ചെയ്ത ഒരു കൂട്ടം സ്ത്രീകൾക്കാകുന്നു നമ്മൾ സ്വഹാബിയ എന്ന് പറയുന്നത്. ആ സ്വഹാബത്തുകൾ വളരെ മഹത്തരമായവരാകുന്നു. മാത്രമല്ല, ഇരുലോകത്തും ഒരു മാതൃക കൂടിയാകുന്നു ആ സ്വഹാബത്തുകൾ. ആദ്യം നമുക്ക് ചില സ്വഹാബത്തുകളെ കുറിച്ചും അവരുടെ ചരിത്രങ്ങളെ കുറിച്ചും നമുക്ക് വിശദീകരിക്കാം. സ്വഹാബിയത്ത് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ചിന്തയിൽ ആദ്യമായിട്ട് ഓടി വരുന്നത് സുമയ്യ റളിയല്ലാഹു അൻഹയെ ആകുന്നു. കാരണം ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ ഒരു മഹദിയാകുന്നു സുമയ്യ റളിയല്ലാഹു അൻഹ. ആദ്യം മുശ്രിക്കീങ്ങളിൽ നിന്നും മുസ്ലിമിലേക്ക് കടന്നു വന്നെങ്കിലും മുശ്രിക്കീങ്ങളുടെ ആളുകളിൽപ്പെട്ട കുറച്ചാൾക്കാർ സുമയ്യ റളിയല്ലാഹു അൻഹയെ ധാരാളമായി മർദ്ദിക്കുകയുണ്ടായി. സുമയ്യ റളിയല്ലാഹു അൻഹയെ മർദ്ദിച്ചതോടുകൂടെ സുമയ്യ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് ഷഹീദാവുകയാണ് ചെയ്തത്. പിന്നീട് നമുക്ക് നമ്മുടെ ചിന്തയിൽ ഓടിയെത്തുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയെ ആകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നതും ഖദീജ റളിയല്ലാഹു അൻഹയാകുന്നു. ഇസ്ലാം വഹി ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്ത്രീയും കൂടെ ആകുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ശത്രുക്കളിൽ നിന്നും അഭയം പ്രാപിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുത്തതും ധാരാളം ത്യാഗങ്ങൾ സഹിച്ചതും ഖദീജ റളിയല്ലാഹു അൻഹയാകുന്നു. വീണ്ടും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ തന്നെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളം പരിപാലിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഒരുപോലെ പരിപാലിക്കുകയും ചെയ്തിരുന്നു. അവരെ കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക നമ്മുടെ മേൽ നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. വീണ്ടും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉമ്മ റളിയല്ലാഹു അൻഹയാകുന്നു. അങ്ങനെ ഉഹദിലും ഹുദൈബിയയിലും ഖൈബർ യുദ്ധങ്ങളിലുമൊക്കെ മുസ്ലിങ്ങൾക്ക് വെള്ളം നൽകി സഹായിച്ച ഒരേ ഒരു മഹദിയാണ് ഉമ്മ റളിയല്ലാഹു അൻഹ. വീണ്ടും നോക്കുകയാണെങ്കിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫാത്തിമത്തു ബഗാഅത്ത് മിന്നി ഫമൻ അഅലബഹ അഅലബനി. ഫാത്തിമ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബത്തിനെ പിൻപറ്റി അവരുടെ മാർഗത്തിൽ ജീവിച്ച് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വഫാത്താകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്